ചേച്ചിയെ ചേച്ചി പോണേ മുമ്പേ വേഗം വന്നതാ. ആഷിക്കേ കുറച്ചു നേരം ആ ഫോണിനൊന്ന് വിശ്രമം കൊടുക്കടാ. എടാ ആഷിക്കേ, അമ്മ പോകുവാണേ. സമയത്ത് ഭക്ഷണം എടുത്ത് കഴിക്കണം കേട്ടോ. ദൂരെയൊന്നും കളിക്കാൻ പോകരുതേ. എടാ, നമ്മുടെ ആഷിക്കിന് ഈയിടെ നല്ല വ്യത്യാസമില്ലേ? എടാ, അത് എനിക്കും തോന്നിയായിരുന്നു. എടാ, ആഷിക്കിനെ കാണാൻ വരുന്ന ചേട്ടനാരാ? ഇതാ നമ്മുടെ ടീച്ചർ പറഞ്ഞിട്ടില്ലേ, പരിചയമില്ലാത്തവരോട് മിണ്ടരുത്, അവരുടെ ഒരു സാധനവും മേടിച്ചിരുതെന്ന്. നമുക്ക് ഇപ്പോൾ ടീച്ചറോട് പറഞ്ഞാലാ? അത് ശരിയാടാ, നമുക്ക് ടീച്ചറിനോട് പറയാം. ടീച്ചറെ, നമ്മുടെ 4Aയിലെ ആഷിക്കിനെ ശ്രദ്ധിച്ചിരുന്നോ? ഈ ഡേറ്റ് അവന് ഭയങ്കര ദേഷ്യമാണല്ലോ. ആ ടീച്ചറെ, ഞാനും ശ്രദ്ധിച്ചായിരുന്നു. അവൻ്റെ കൂട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. അവനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പരിചയമില്ലാത്ത ഒരാൾ വരുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടുകാരനാണോ? അല്ല, അവൻ്റെ കൂട്ടുകാർക്ക് അയാളെ അറിയില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ്റെ വീട് വരെ ഒന്ന് പോകാം. ഞാൻ ഇന്ന് വൈകിട്ട് അവൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം. ആ ടീച്ചറെ, അകത്തോട്ട് കയറിയിരിക്കും. ഞാനെന്നേ പുറത്തോട്ട് പോകാൻ പോവുമായിരുന്നേ. ആ, എന്താ ടീച്ചറെ കാര്യം? ആഷിക്കെന്തേ, എവിടെ പോയി? അവന് ഏത് സമയം ഈ കളിയാണെന്നേ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കളിക്കുക, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അവന്. കുട്ടികളായ കളിക്കാൻ വേണമല്ലോ. ജെസ്സി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആഷിക്ക് ഒറ്റക്കാണല്ലേ? ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ടീച്ചറുണ്ടല്ലോ, നല്ല കാര്യം. ടീച്ചറെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. അപ്പൊ ടീച്ചറും കൂടെ ഉള്ളത് നല്ല കാര്യം. ഞാൻ രാവിലെ ഒന്ന് പ്ലാസ്റ്റിക് എടുത്തോണ്ട് പോയായിരുന്നേ. അപ്പൊ ഞങ്ങളത് തരം തിരിച്ചപ്പോ ഇവിടുന്ന് തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാ. സിറിഞ്ചോ? ഇവിടെ വന്നിട്ടില്ല. ഇത് ഇവിടുത്തെ ആയിരിക്കത്തില്ല. ജെസ്സി, ഞാനും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. ജെസ്സി ഇല്ലാത്തപ്പോ ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ? ഇവിടെ ആരും വരാറില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല. ജെസ്സി ഇല്ലാത്തപ്പോ ഇവിടെ ആരോ വരാറുണ്ട്. ഞാനും അങ്ങനെ ടീച്ചർ അറിഞ്ഞത്. ഇവിടുത്തെ അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ ജെസ്സി ഇല്ലാത്ത സമയത്ത് ഒരാൾ വരുന്നുണ്ട്. ജെസ്സി വിഷമിക്കണ്ട, ഞാൻ എന്തായാലും ആഷിക്കിനോട് സംസാരിക്കട്ടെ. ജെസ്സി ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആഷിക്കിനെ കാണാൻ വേണ്ടി ഒരാളിവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവനൊരു മയക്കുമരുന്ന് അടിമയായിരുന്നു. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിറിഞ്ചാണ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പക്ഷെ പേടിക്കണ്ട, അവൻ പല രീതിയിൽ നമ്മുടെ ആഷിക്കിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ നമ്മുടെ ആഷിക്ക് അതിലോട്ടൊന്നും വീണിട്ടില്ല. അപ്പൊ ആഷിക്കിന്റെ കൂട്ടുകാരും അവന്റെ ടീച്ചർമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സമയത്ത് അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയത്. പിന്നെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവന്റെ കൂട്ടുകാരൊക്കെയാണ്. നമ്മളിവിടെ ഇല്ലാത്തപ്പോഴാണെങ്കിലും ആരെങ്കിലും ഒക്കെ ഇവിടെ വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെയെങ്കിലും അതൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞിനെ ഒരു ആപത്തും വരത്തില്ല. ദൈവത്തിന്റെ സഹായം കൊണ്ട് അവൻ ഇതുവരെ ഒരു തെറ്റിലോട്ടും പോയിട്ടില്ല. ഇനി നമുക്ക് ഉണർന്നിരുന്ന് അവനെ അതിൽ നിന്നൊക്കെ നമുക്ക് പിന്തിരിപ്പിക്കാം. ടീച്ചറെ, ഞാനിത് അറിഞ്ഞൊന്നുമല്ല ടീച്ചറെ. സോറി അമ്മ, അതിന് പരിചയമില്ലാത്ത ആരെയും വീട്ടിൽ കയറ്റില്ല, തരുന്നത് കഴിക്കുകയുമില്ല. എൻ്റെ മോൻ അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് അമ്മയ്ക്കറിയാം. കുഞ്ഞുങ്ങൾ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. ഓരോ കുട്ടിയെയും വളർത്തേണ്ടത് മാതാപിതാക്കൾ മാത്രമല്ല, സമൂഹവും കൂടിയാണ്. കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായി, നാടിൻ്റെ നന്മയ്ക്കായി നമുക്ക് ഒന്നായി കൈകോർക്കാം.